അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ഡോക്ടർമാർ കൈവഴിഞ്ഞ പല രോഗങ്ങൾക്ക് ശമനം കിട്ടിയ അത്ഭുതകരമായ ഒരു മഖാമിനെ കുറിച്ചാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ഈ മഖാമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മഹാനവരുകൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഹുസൈൻ എന്ന് പറയുന്ന മഹാരഥരുടെ ശിഷ്യനാണ്. പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഈ ഒരു പ്രദേശത്ത് വന്നു. പ്രദേശം സ്ഥലവും ഒക്കെ കൃത്യമായി പറയാം. ആ സ്ഥലത്ത് പോകാൻ സൗകര്യമുള്ളവർ, അവിടെ ഉള്ളവർ, ആ റൂട്ടിലൂടെ വിട്ടുകിടക്കുന്നവർ, രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പോകണം. നമ്മുടെ രോഗത്തിൻ്റെ കാര്യം പറയണം. ആ മഹാരഥൻ അറിയപ്പെടുന്നത് തന്നെ രോഗം കൊണ്ടാണ്. അവിടെ ഒരു മക്കാം വരാൻ കാരണം തന്നെ ഒരു രോഗത്തിൻ്റെ ശമനത്തിൻ്റെ ഒരു ചരിത്രത്തിലുണ്ട്. ഈ മഹാനവരുകൾ പരിശുദ്ധ കഅബയിൽ നിന്ന് പെരിന്തൽമണ്ണ, അതുപോലെ ചെറുപ്പലശ്ശേരി, ഇതിൻ്റെ ഇടയിലുള്ള ആനമങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഓടമല മഖാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് ഫരീദ് ഔലിയ, ഇദ്ദേഹം പരിശുദ്ധ പുണ്യഭൂമിയിൽ നിന്ന് വന്ന് അന്ന് ഈ ഓടമലെന്ന് പറയുന്ന ഈ സ്ഥലം വളരെ ഭയഭീതിയുള്ള സ്ഥലമാണ്. വന്യമൃഗങ്ങൾ താമസിക്കുന്ന ആൾക്കൂട്ടങ്ങളും ജനക്കൂട്ടങ്ങളും ഒന്നുമില്ലാത്ത ഏകദേശം 1700 അതുപോലെ 800 ഇടക്കാണ് മഹാരഥൻ അവിടെ വരുന്നത്. അള്ളാഹുവിന് ഇബാദത്തിലായി ജീവിക്കുന്നു. അള്ളാഹുവിന് വേണ്ടി മാത്രം തൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട്. ആ സമയത്ത് അവിടെ ചുറ്റുഭാഗത്ത് വീടൊന്നില്ല. അദ്ദേഹത്തിന് വിശപ്പ് തോന്നുമ്പോൾ കുറേ കിലോമീറ്ററുകൾ ദൂരം നടന്ന് ദൂരെയുള്ള ചില വീടുകളിൽ പോയി എന്തെങ്കിലും അല്പം സ്വല്പം കഴിക്കുമെന്നല്ലാതെ വലിയ ഭക്ഷണമോ ഒന്നുമില്ലാതെ പട്ടിണി കിടന്നുകൊണ്ട് ഇബാദത്തിലായി മുഴുകി ജീവിച്ചതാണ് മഹാരഥൻ. അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയി. കുറേ വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹം ഒരു ദിവസം മരണപ്പെടുന്നു. ഈ വന്യമൃഗങ്ങൾ താമസിക്കുന്ന ഈ കാട്ടിൽ മരണപ്പെട്ട വിവരം ജനങ്ങൾക്കൊന്നും അറിയില്ല. കുറേ ദിവസങ്ങളായപ്പോൾ ആ നാട്ടിലുള്ള ചില ആളുകൾക്ക് സ്വപ്നം കാണുന്നു. ഇന്ന സ്ഥലത്ത് ഒരു മഹാൻ മരണപ്പെട്ടിട്ടുണ്ട്. സ്ഥലവും ആ മഹാൻ്റെ മുഖവും എല്ലാം കാണിച്ചു കൊടുത്ത് അവിടെ പോകണം, അദ്ദേഹത്തിന് മറമാടണം എന്നുള്ള രീതിയിലായിരുന്നു സ്വപ്നം. ഈ ഒരു സ്വപ്നം ആ നാട്ടിലെ പല പ്രമാണികളും കണ്ടു. അവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ആ സ്വപ്നത്തിൽ കണ്ട സ്ഥലം തിരഞ്ഞവർ നടന്നു. ആ സ്വപ്നത്തിൽ കാണിച്ച അതേ സ്ഥലത്താണ് അവരെത്തിയത്. നോക്കുമ്പോൾ സ്വപ്നത്തിൽ കാണിച്ച അതേ വ്യക്തിയാണ്. ഈമാൻ തേജസ്സുള്ള, ഈമാൻ്റെ പ്രകാശമുള്ള ഒരു മഹാരഥൻ ഇങ്ങനെ കടന്നിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ ഉറങ്ങിയതുപോലെ മാത്രമേ തോന്നുന്നുള്ളൂ. പുഞ്ചിരിയോടുകൂടി കിടന്നിരിക്കുകയാണ്. കിബിലാക്ക് നേരെ കടന്നിരിക്കുന്ന ഈ മഹാനവരുകളെ അങ്ങനെ മറമാടാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഒരു ദൃഷ്ടാന്തം വേണമെന്ന് അള്ളാഹുവിനോട് അവർ ദുആ ചെയ്തു. ആ സമയത്തും അള്ളാഹു അവർക്ക് നെറ്റിത്തടത്തിൽ ചുടുരക്തം ഒഴുക്കുന്ന ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തവർ അത് ശരിവെക്കുകയും പെട്ടെന്ന് മറമാടുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർ വന്നു. പിന്നെ കാലങ്ങൾ കഴിഞ്ഞു, പലരും അത് മറന്നു. വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ ജനങ്ങളിങ്ങനെ, ആളുകളിങ്ങനെ കൂടി വരാൻ തുടങ്ങി ആ നാട്ടിലേക്ക്. അവിടെയുള്ള സ്ഥലങ്ങളിലെ കൃഷിഭൂമികളാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരാൾ ആ നാട്ടിലെ കൃഷിഭൂമിയായി ആ സ്ഥലമാണ് എടുത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് അവിടെ അവരുടെ അതിൻ്റെ മുമ്പോട്ട് പോകുന്നില്ല. അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അയാൾ അടിച്ചു നോക്കി പല നിലയ്ക്കും ദ്രോഹിച്ചെങ്കിൽ അത് മുന്നോട്ട് പോകുന്നില്ല. അവർക്ക് എന്താണ് ഇത് പ്രശ്നം എന്നറിയാതെ വിഷമിച്ച് സങ്കടത്തോടു കൂടി വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയപ്പോഴും പറഞ്ഞത്, അവിടെ എൻ്റെ ഖബറുണ്ട്, അതുകൊണ്ട് അവിടെ കൃഷി ചെയ്യരുത് എന്നായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു ഖബറുണ്ട്. അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് ചെറിയ രീതിയിലൊരു മക്കാം പോലെ അദ്ദേഹം കെട്ടി. അങ്ങനെ കൃഷിസ്ഥലം മാറ്റി. ആ നാട്ടിൽ എന്ത് പ്രയാസം വരുമ്പോൾ
ആ മക്കാമിൽ പോവുക, സന്ദർശിക്കുക പതിവായിരുന്നു. ഒരു ദിവസം ആ നാട്ടിൽ ഒരു നാട്ടുപ്രമാണിക്ക് വലിയ മാരകമായ രോഗം വന്നു. രോഗം വന്നപ്പോൾ ആ രോഗത്തിൻ്റെ ശമനത്തിന് വേണ്ടി, ശിഫാക്ക് വേണ്ടി അവർ പോകാത്ത ഡോക്ടറുകളില്ല, കാണാത്ത വൈദ്യന്മാരില്ല, മന്ത്രിപ്പിക്കാത്ത സയ്യിദന്മാരില്ല. പലയിടങ്ങളിലും പോയി. അപ്പോഴാണ് ഈ മക്കാമിനെ കുറിച്ച് പരിചയപ്പെടുന്നത് അവർ. അപ്പോൾ അയാൾ നേർച്ച നേർന്നു, എൻ്റെ രോഗം ശിഫയായാൽ ഞാനിവിടെ ഒരു മക്കാം പണിത് കൊടുക്കുമെന്നുള്ള നിയ്യത്തോടു കൂടി. അത് പറയേണ്ട താമസം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആ രോഗം പരിപൂർണമായി, അദ്ദേഹം വരികയും അദ്ദേഹത്തിൻ്റെ രോഗം പരിപൂർണമായി ശിഫയാവുകയും അദ്ദേഹം മക്കാം അവിടെ കെട്ടിക്കൊടുക്കുകയും ചെയ്തു. ആ പരിശുദ്ധ സദസ്സിൽ പോയൊരു 4 യാസീൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കറാമത്തുകൾ നേരിൽ കണ്ടവരൊക്കെ ഉണ്ട്. മഹാരഥൻ ഇന്നും ഷെയ്ഖ് ഫരീദ് ഔലിയ നവ്വറല്ലാഹു മർക്കദ, അദ്ദേഹത്തിൻ്റെ മക്കാമിൽ പോകണം. ഒരുപാട് മാനസികവും ശാരീരികമായി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ നല്ലൊരു അവസരം കിട്ടുകയാണ്, അങ്ങോട്ടൊന്ന് പോവുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ്വ പാവങ്ങൾ അള്ളാഹു പൊറുക്കട്ടെ. മരിക്കുന്ന സമയത്ത് നല്ലൊരു മരണം, അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനോട് ദുആ ചെയ്യുക. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. സങ്കടം പറഞ്ഞവർ, ദുഃഖം പറയുന്നവർ, പ്രയാസം പറയുന്നവരൊക്കെ അള്ളാഹു എല്ലാവർക്കും ശമനവും അള്ളാഹു പരിപൂർണമായി ശിഫയും നൽകട്ടെ. മഹാരഥവൻ്റെ അരികിൽ പോകാൻ സൗകര്യം കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അവരുടെ എല്ലാ രോഗത്തിനും അള്ളാഹു നമുക്കോട് പ്രാർത്ഥിക്കാം. ഈ മഹാരഥന്മാരായ ഔലിയാക്കൾ, അമ്പിയാക്കൾ, സുഹദാക്കൾ, സ്വാലിഹുകളുടെ മക്കാമിൽ പോവുക, പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ അത് വളരെ നിസ്സാരമായി കാണുന്നവരൊക്കെ ഉണ്ട്. ഒരിക്കലും കണ്ടുപോകരുത്. അവരുടെ മുമ്പിൽ നാം പോകുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിപ്പിക്കുന്നതും ഒക്കെ നാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവിടെ പോയാൽ ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പ് കൊണ്ടാണ്. കാരണം അള്ളാഹുവിൻ്റെ മുഹിബായ ഒരാൾ നേതൃത്വം നൽകുന്ന മജ്‌ലിസാകുമ്പോൾ തീർച്ചയായും അതിന് ഉത്തരമുണ്ടാകും. ആ ഒരു നിയ്യത്തിലാണ് നമുക്ക് പോകുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സർവ്വരുടെ മുറാദ് ഹാസിലാക്കട്ടെ. പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിലിരുന്നും ഒരു 4 യാസീൻ ഓതി അദിയ ചെയ്യാവുന്നതാണ്. പോകാൻ സാധിക്കുന്നവർക്ക് പോയിക്കൊണ്ടും ഏതായാലും ഇത്തരത്തിലുള്ള മക്കാമുകളൊന്ന് പരിചയപ്പെടുക, അവിടെ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.